ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു റേസ് ഏഗൻ. അപ്പൊ മക്കളെ, നമ്മൾ നിങ്ങൾക്ക് എന്ന വാക്കാണ് ഒരു അടിപൊളി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ, ഒരു സ്റ്റഡി സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ വരുന്നുള്ളത്. അപ്പൊ അതാണ് ഈ +1 ബോർഡ് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാനായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലോട്ട് വെക്കുന്ന സ്റ്റഡി പ്ലാൻ ആണ്. ഇത് വെച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് 100% ഉറപ്പാണ് ഫുൾ മാർക്ക് വാങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ ആണ്. ഓൾറെഡി നമ്മൾ ലോഞ്ചിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സ്റ്റഡി പ്ലാൻ. ചിലപ്പോൾ ആ സമയത്ത് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല. സോ മാത്സിന്റെ സ്റ്റഡി പ്ലാൻ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ലൈവിന്റെ ഡേറ്റുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, ലൈവിന്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഏത് ടൈപ്പ് ആണെന്നുള്ളത് നമുക്ക് ഒരിക്കലും നിങ്ങൾ കാണാത്ത രീതിയിലുള്ള ലൈവുകളാണ് വരുന്നത് മക്കളെ. സോ അതിൽ ഫസ്റ്റ് ഡേ മാർച്ച് 1 സാറ്റർഡേ കേട്ടോ, മോർണിംഗ് 10 മണിക്ക് 3 ചാപ്റ്റേഴ്സ് NCERT ബേസ്ഡ്, NCERT കവർ ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻസ് NCERT-ക്കാണ്. ഈ ലൈവുകളിൽ ഇമ്പോർട്ടൻസ് NCERT-ക്കാണ്. 2 ചാപ്റ്റേഴ്സ് ആണ്, 6-ാമത്തെയും 14-ാമത്തെയും, വിച്ച് മീൻസ് പ്രോബബിലിറ്റിയും പെർമുറ്റേഷൻസ് ആൻഡ് കോമ്പിനേഷൻസും മിസ്സലേനിയസ് അടക്കം ഡിസ്കസ് ചെയ്യുന്ന ലൈവ് ആയിരിക്കട്ടെ വരുന്നത്. NCERT കംപ്ലീറ്റ് ആക്കാൻ പോവാണ് നമ്മളുടെ. NCERT ചുരുങ്ങിയ സമയത്ത് എങ്ങനെ കംപ്ലീറ്റ് ആക്കാന്നത് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നന്ന് ഈവനിങ് 7:30ക്ക് സെയിം ഡേ തന്നെ ഈവനിങ് 7:30ക്ക് 3 ചാപ്റ്റേഴ്സ് ഉണ്ട്, 4, 8, 13, വിച്ച് മീൻസ് കോംപ്ലക്സ് നമ്പേഴ്സ്, സീക്വൻസ് സീരീസ്, സ്റ്റാറ്റി. ഇതും NCERT നമ്മൾ എന്താക്കാൻ പോവാണ്, കവർ ചെയ്യാൻ പോവാണ്. 5 ചാപ്റ്റർ ആയ. പിന്നെ സൺഡേ നെക്സ്റ്റ് ഡേ 2 തീയതി മോർണിംഗ് 10 മണിക്ക് വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 12 റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, ട്രിഗ്നോമെട്രി, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. വളരെ ഹെവി ചാപ്റ്റേഴ്സ് ആണ്. ഇത് NCERT നമ്മൾ കവർ ചെയ്തിരിക്കും. പിന്നെ അന്ന് തന്നെ 2 തീയതി ഈവനിങ് 7:30 PM 2 ചാപ്റ്റേഴ്സ് അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് പല മക്കളും പേടിയോടെ പറയുന്ന 2 ചാപ്റ്റേഴ്സ് ആണ്. ജോമെട്രി പരമായിട്ടുള്ള 2 ചാപ്റ്റേഴ്സ്. സോ ഫസ്റ്റ് 2 ഡേയ്സിൽ 10 ചാപ്റ്റേഴ്സ് NCERT കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അറിയാം 14 ചാപ്റ്റേഴ്സ് നമുക്ക് ഉണ്ട്, ബട്ട് 10 ചാപ്റ്റർ കഴിഞ്ഞിട്ടുള്ളൂ. 4 ചാപ്റ്റർ നമ്മൾ NCERT അധികം ഫോക്കസ് കൊടുക്കുന്നില്ല. ഏതൊക്കെയാണ് ചാപ്റ്റർ? സെറ്റ്സ്, ഇനീക്വാലിറ്റി, ബൈനോമിയൽ തിയറം, 3D. ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയാം NCERT ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഉള്ള ഒരു ചാപ്റ്റേഴ്സ് അല്ല. ഇത് വളരെ ചുരുങ്ങിയ സമയം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അത് വരുന്ന ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. വരുന്ന ലൈവിൽ ഇനിയും ഡിഫറെന്റ് ആയിട്ടുള്ള ലൈവുകൾ ഉണ്ട്, അവിടെ ആയിരിക്കും ഈ 4 ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ഈ 2 ദിവസത്തിനുള്ളിൽ നമ്മൾ 10 ചാപ്റ്റേഴ്സ് നമ്മൾ ഈ 2 ദിവസം കൊണ്ട് കവർ ചെയ്യാണ്. പിന്നീട് വരുന്നത് തേഴ്സ്ഡേ, അതായത് 6 തീയതി 7:30 PM നമ്മൾ +1 മാത്സ് കംപ്ലീറ്റ് ഫോർമുലാസ്, അതിന്റെ കൂടെ കൺസെപ്റ്റും ക്ലിയർ ചെയ്യാൻ പോവാണ്. അതായത് കംപ്ലീറ്റ് ഫോർമുലാസ് കിട്ടി കഴിഞ്ഞാൽ ഒന്നും കൂടി ഈസി ആയിട്ട് മാറും പഠിക്കാനൊക്കെ. ഈ ലൈവിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോർമുലാസ്, ട്രിഗ്നോമെട്രിന്റെയും എല്ലാ ചാപ്റ്ററിലും എന്തൊക്കെ ഫോർമുലാസ് ഉണ്ട്, 1 മാർക്കിനൊക്കെ വരുന്ന പലതരം ഫോർമുലാസ് നമ്മുടെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലൊക്കെ ഉണ്ട്. ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കളർഫുൾ ആയിട്ടുള്ള ഒരു സ്ലൈഡ് കിട്ടും. ആ ഫോർമുലാസ് എങ്ങനെ അപ്ലൈ ചെയ്യണം, അതിന്റെ കൺസെപ്റ്റ് നമ്മൾ എന്താക്കും അന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്യും. ബട്ട് ഇവിടെ ഒരു 80% ഫോർമുലാസും ഒരു 20% ക്വസ്റ്റ്യൻസും ആണ്. ഫോർമുലാസിന് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഒരു ഫോർമുല പോലും നിങ്ങൾ മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക, കാരണം അതിലായിരിക്കും ഇതിന്റെ സ്ലൈഡും കാര്യങ്ങളൊക്കെ വരട്ടോ. ഈ ലൈവിന്റെ സ്ലൈഡുകൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഈ ഫോർമുലാസ് അല്ല നിങ്ങൾക്ക് ഒരു എപ്പോഴും നിങ്ങൾ എഴുതിയെടുക്കുമ്പോൾ, ടെക്സ്റ്റ് ബുക്ക് എഴുതിയെടുക്കുമ്പോഴൊക്കെ ഫോർമുലാസ് മിസ്സായി പോകും. ഒരു പക്ഷേ സ്കൂളിലെ നോട്ടൊക്കെ സമയത്ത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, ബട്ട് പല സ്ഥലത്തായിട്ടായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവും. അത് ഫോർമുലാസ് മൊത്തത്തിൽ ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ പഠിക്കാൻ വളരെ ഹെൽപ്പ്ഫുൾ ആയിരിക്കും. സോ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾ ഇതിന്റെ സ്ലൈഡ് വാങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താം. മീൻസ് ആ ലൈവ് ഉദ്ദേശിക്കുന്നത് 6 തീയതി കഴിഞ്ഞ പിന്നെ വലിയൊരു ഗ്യാപ്പാണ്. ഒരുപാട് എക്സാം അതിന്റെ ഇടയിൽ വരുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസും ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സ് ഒക്കെ വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് 22nd സാറ്റർഡേ ആണ് നമ്മുടെ നെക്സ്റ്റ് ലൈവ് വരുന്നത്. അപ്പൊ ഇത്രയും സമയം ഗ്യാപ്പ് വരുന്നുണ്ട്, ഒട്ടും വിട്ടുപോകരുത്. മാക്സിമം ഈ ലൈവുകളൊക്കെ നിങ്ങൾ വീണ്ടും എടുത്തൊന്ന് കാണാം, ഒന്ന് റിവൈസ് ചെയ്യാം. അതിനൊക്കെ ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് 22 തീയതി 7:30ക്ക് PYQs and HOTS. PYQs ഓൾറെഡി PYQ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഒരിക്കലും നമ്മൾ നിങ്ങൾ കഴിഞ്ഞ 2-3 വർഷമല്ല, നമ്മൾ കുറെ ബാക്കിലോട്ട് നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് വരുന്ന നമ്മളൊരു 2010-ലേക്കെല്ലാം പോകും. നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് 2010 മുതലുള്ള PYQs, 2019 വരെയുള്ള PYQs, 2024 23 ഒക്കെ മീൻസ് അതിൽ ഇൻക്ലൂഡ് ആയി പോട്ടോ. അത് എല്ലാ ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരുന്ന PYQs ഡിസ്കസ് ചെയ്തിരിക്കും. അതേപോലെ തന്നെ ഹോട്ട്സ്, നമ്മുടെ മക്കൾക്ക് ഓൾറെഡി അറിയാം ഹോട്ട്സ് ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽ ഉള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അനുസരിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള, നിങ്ങൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അതെല്ലാം കൺസെപ്റ്റ് മനസ്സിലാക്കി അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. സോ അവിടെയാണ് ഹോട്ട്സ് വരുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യും. പിന്നെ കുറെ അതൊക്കെ കോമ്പറ്റീവ് എക്സാം എന്നൊക്കെ എടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. ലൈക്ക് കീമ് പോലത്തെ കോമ്പറ്റീവ് എക്സാം എന്നൊക്കെ എടുത്ത ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മുടെ മോഡലിലെ ലൈവിൽ നമ്മൾ അങ്ങനെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതേപോലെ ചെയ്ത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതാ പറയുന്നത്. അപ്പൊ അങ്ങനെ പ്രോബബിൾ ആയിട്ടുള്ള ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മോഡൽ എക്സാമിനൊക്കെ മാരത്തോണും ബൂസ്റ്ററിനും ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എക്സാക്ട് അതേപോലെ വന്നിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തേടിയുള്ള ഒരു യാത്രയായിരിക്കും ഈ ഒരു PYQs and HOTS.
22nd സാറ്റർഡേ കേട്ടോ. പിന്നെ അതിനുശേഷമാണ് സാറേ ഇവർ പറയുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അതായത് എക്സാം മോളില് മറന്നു പോകുന്നു. അത് റിവിഷനിൽ കാണിക്കുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. അപ്പൊ റിവിഷൻ ചാപ്റ്റർ വൈസ് റിവിഷനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വൈസ് റിവിഷനും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യും ക്വസ്റ്റ്യൻ പേപ്പർ വൈസ് റിവിഷൻ ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ചാപ്റ്റർ വൈസ് റിവൈസ് ചെയ്യണ്ടേ? അതല്ല മക്കളെ നമ്മൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞത് ചാപ്റ്റർ വൈസ് കഴിഞ്ഞു. ഇനി വേണ്ടതാണ് ക്വസ്റ്റ്യൻ പേപ്പർ വൈസ് റിവിഷൻ. അതാണ് പേപ്പർ വൈസ് റിവിഷനിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇപ്പൊ നടന്ന മോഡൽ എക്സാമിന്റെ അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ്, അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സബ്ജക്ട് എക്സ്പേർട്ടുകൾ തയ്യാറാക്കി അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, അതേ പാറ്റേണിലുള്ള എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത് സാറേ? നമ്മൾ 3 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് 23-ാം തീയതി സൺഡേ മോർണിംഗ് 10 AM 2 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം 7:30 PM ഈവനിങ്ങിൽ എന്താക്കും ഒരു പേപ്പർ ഡിസ്കസ് ചെയ്യും കേട്ടോ. സോ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞിട്ടുണ്ടാവും, സെറ്റ് ആയിട്ടുണ്ടാവും. നിങ്ങൾ എക്സാമിൽ പെർഫെക്റ്റ് ആയി മാറിയിട്ടുണ്ടാവും. എക്സാം ഇതുള്ള സെറ്റിലേക്ക് മാറിയിട്ടുണ്ടാവും. ഇനിയാണ് നമ്മുടെ എക്സാമിന് തലേന്ന് എല്ലാവരും നമ്മളെല്ലാ ലൈവും കൊടുക്കുന്ന പോലെ മാരത്തോൺ ലൈവ് വരുന്നത് അല്ലേ. സോ 24th മൺഡേ 3 PM നമ്മുടെ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് 3 മണിക്കാണ്. സൂപ്പർ 50 50 ക്വസ്റ്റ്യൻസ് വരുന്ന വളരെ അടിപൊളിയായിട്ടുള്ള മാരത്തോൺ. നമ്മൾ പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. മാരത്തോൺ ഒരുപാട് രാത്രി 12 മണി വരെയൊക്കെ പഠിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബട്ട് എക്സാം ആണ് നിങ്ങൾ ഉറക്കക്കുറവ് കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന സിറ്റുവേഷൻ പല മക്കളും പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ മാരത്തോൺ നമ്മൾ ഒരുപാട് സമയം എടുക്കില്ല, പെട്ടെന്ന് തീർക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാരത്തോണിനേക്കാൾ ഇമ്പോർട്ടൻസ് ബാക്കി മുമ്പിൽ വരുന്ന ലൈവുകൾ. മാരത്തോണിന് മാത്രമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ ഇരിക്കരുത്. ബാക്കിയുള്ള ആ ലൈവുകൾ എല്ലാം തന്നെ കാണണം. എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എടുക്കണം. അപ്പൊ സൂപ്പർ 50 നമ്മൾ എന്താക്കുന്നു, ഒന്നും കൂടി എല്ലാ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനും ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ എക്സാമിന് 25th മോർണിംഗ് 6 AM ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ അഗെയിൻ ഒരു ഡിസ്കഷൻ നടത്തുന്നു. അതോടുകൂടി പ്രോബബിൾ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. അതിൽ വരുന്ന ക്വസ്റ്റ്യൻ നമ്മുടെ എക്സാമിന് അത്രയും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അതോടുകൂടി നമ്മുടെ എക്സാം വേണ്ട. ഇതെല്ലാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കിനുള്ള എല്ലാ വകുപ്പുമായി. അപ്പൊ ഇപ്പോഴും ചോദിക്കുന്ന ഡൗട്ടാണ് കുട്ടികൾ ഇനി പഠിച്ചു തുടങ്ങിയാൽ, ഇതിന്റെ താഴത്തും ചിലപ്പോൾ കമന്റ് വന്നേക്കാം, ഇനി പഠിച്ചു തുടങ്ങിയാൽ ഫുൾ മാർക്ക് കിട്ടും എന്നുള്ളത് ഒരു ഡൗട്ടും വേണ്ട. ഇതേപോലെ നമ്മളൊപ്പം പഠിക്കുകയാണെങ്കിൽ ഇനി പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കി നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ഉണ്ട്, ആ മാർക്ക് എന്തായാലും കിട്ടും. യെസ്. അപ്പൊ നമ്മൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള സ്ട്രാറ്റജി സ്റ്റഡി പ്ലാൻ ആണ് റിവീൽ ചെയ്തത്. നോർമൽ ആയിട്ട് ഓരോ ചാപ്റ്ററിന്റെ ലൈവ് എടുത്ത് പോകുന്നതല്ല, ഇത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ച് ആണ്. നിങ്ങൾ കൂടെ നിന്ന് നോക്ക്, എന്താണ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്രോച്ച് ആണ്. എന്താണ് നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടുന്നത്. അപ്പം ഇപ്രാവശ്യം ഏകണ്ട് കൂടെ നിന്ന് മാത്സിലല്ല എല്ലാ സബ്ജക്റ്റിലും ഫുൾ മാർക്ക് തന്നെ വാങ്ങാം. അപ്പം നമുക്ക് ലൈവിലായിട്ട് കാണാം. ഓൾ ദി ബെസ്റ്റ് മക്കളെ, ബൈ.